നമ്മൾ പറയുന്നത് പേജ് നമ്പർ 69 ടു 71 വരെയുള്ള പേജുകളാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചെറുകിട സ്ഥാപനങ്ങൾക്ക്, ഇപ്പോൾ വലിയ വൻകിട സ്ഥാപനങ്ങളല്ലെങ്കിൽ ഈ ചെറുകിട സ്ഥാപനങ്ങൾക്ക് ഈ സി ആർ എമ്മിൻ്റെ പ്രാധാന്യം എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു എന്താ പറയുക, പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള ഒരു വിൽപ്പന, അത് രണ്ട് സ്രോതസ്സുകളിൽ ഒന്നിൽ നിന്നാണ് വരുന്നത്. ചിലപ്പോൾ മേ ബി നിലവിലുള്ള ഉപഭോക്താവ് അല്ലെങ്കിൽ പുതിയ ഉപഭോക്താവ് വഴിയും വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ നിലവിലുള്ളതായിട്ടുള്ള സാധ്യതയുള്ള ഒരു ഉപഭോക്താക്കളെ ഒരു ചെറിയ സ്ഥാപനം വിലമതിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ വളരെ എന്താ പറയുക, പൈസയുടെ കാര്യത്തിലാണെങ്കിലും നമ്മളങ്ങനെ ഒരു വട്ടം വന്നു എന്ന് വയ്ക്കുക, നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി നെക്സ്റ്റ് തവണ വരികയാണ്, പിന്നെയും വരികയാണെങ്കിൽ നമ്മൾ അവരെ കൺസിഡർ ചെയ്യും അല്ലേ, അങ്ങനെ കൺസിഡർ ചെയ്യും. എന്നാൽ ചിലപ്പോൾ ഈ നിലവിലുള്ള ഉപഭോക്താക്കളെ നമ്മൾ നിസ്സാരമായിട്ട് കാണുകയും അവഗണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോകാനായിട്ട് നമ്മൾ വിചാരിക്കും, എന്നിട്ട് അവരെ വലിയ കാര്യമായിട്ടൊന്നും കണക്കാക്കണ്ടെന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മുടെ ഉപഭോക്താക്കളെ നമ്മളിപ്പോഴും വിലമതിച്ചിട്ട് തന്നെ കാണണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ ഉപഭോക്താക്കൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, സപ്ലിമെൻറ്റ്സ് പോലെയോ അങ്ങനെ എന്തെങ്കിലും വില കുറയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള രീതിയൊക്കെ നിലനിന്ന് പോയി കഴിഞ്ഞാൽ ആ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റിനെ നമുക്ക് നഷ്ടപ്പെടാതെ കീപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുടുംബങ്ങളിലും അല്ലെങ്കിൽ നമുക്കിടയിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഈ സി ആർ എമ്മിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഒരു രസകരമായിട്ടുള്ളൊരു പഠനങ്ങളും സംരംഭങ്ങളും ആരംഭിക്കുന്നതിലൂടെയും പൂർത്തിയാക്കുന്നതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഈ കുടുംബത്തിനും ഉടമസ്ഥയിലുള്ള കമ്പനികളെയൊക്കെ മുന്നിലാണ് നമ്മൾ ഇത് നിൽക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ, ചെറുകിട സ്ഥാപനങ്ങൾക്ക് നമ്മൾ സി ആർ എം സൊല്യൂഷനിലൂടെ നമ്മൾ ആരാണ് കൊടുക്കുന്നവർ അവർക്ക് ഇനീഷ്യൽ ടെക്നോളജിയിലെ ബ്രയാൻ ബെർമ്യൂൾ, അതുപോലെ തന്നെ നിലവിലെ ഉപഭോക്താക്കളുമായിട്ട് ബന്ധം നിലനിർത്താനായിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പുതിയ ഉപഭോക്താക്കൾക്കുള്ള ചിലവുകളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നതിലൊക്കെ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ദീർഘകാലമായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ സ്ഥിരം നമ്മളൊരു കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ ഒരു സാധനമല്ല അവിടെ നിന്ന് മേടിക്കുക, ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ നമുക്കൊരു സോപ്പാണ് ആവശ്യമെന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് മാത്രമല്ല അവിടെ നിന്ന് എടുക്കുക, എന്തെങ്കിലുമൊക്കെ, കാരണം നമുക്ക് ആ വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ കമ്പനീനെ കുറിച്ച് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള പ്രൊഡക്ട്സ് മേടിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് 2008 നമ്മൾ ചെറുകിട ബിസിനസ് മാനേജ്മെൻറ്റ്, ലോഞ്ചിങ് ആൻഡ് ഗ്രോയിങ്, JG, അതുപോലെ തന്നെ ലോഗനൈക്കർ, അതുപോലെ തന്നെ MoreCW, അങ്ങനെയുള്ള കുറച്ച് ആപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. തോംസൺ സൗത്ത് വെസ്റ്റേൺ, ഇതൊക്കെ ഈ നമ്മുടെ ഉപഭോക്തൃ സംതൃപ്തിയുടെ ഘടകങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഈ ഉപഭോക്തൃ സംതൃപ്തിയുടെ താക്കോലുകളായിട്ട് നമ്മൾ പറയുന്നത് 4 ഘടകങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നേട്ടങ്ങൾ നൽകാം, അതുപോലെ തന്നെ എല്ലാ എതിരാളികളെയും നമ്മൾ നൽകുന്ന ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷിക്കുന്ന ഘടകങ്ങൾ കൊടുക്കുക, ഉപഭോക്തൃ സഹായം പോലുള്ള പൊതുവായിട്ടുള്ള പിന്തുണ സേവനങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്യുക, ഉപഭോക്താക്കൾ അനുഭവിച്ചേക്കാവുന്ന ഏതെങ്കിലും മോശം അനുഭവങ്ങൾ ചെറുക്കുന്നതിന് ഒരു സംവിധാനം സജ്ജമാക്കൽ, അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെ മുൻഗണനകൾ നിറവേറ്റുന്നതിനും ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ സേവനവും ഇഷ്ടാനുസൃതമായിട്ട് തോന്നിപ്പിക്കുന്നതിനും മികവ് പുലർത്തുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അസാധാരണമായിട്ടുള്ള സേവനം നൽകുന്നതിനുള്ള ഇനി പറയുന്ന വഴികൾ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അതായത് പേരുകൾക്ക് എന്തെങ്കിലും പേരിടൽ, പിന്നെ ഒറ്റപ്പെട്ട ലോകത്ത് നമ്മൾ എന്തെങ്കിലും അക്കൗണ്ട് നമ്പർ കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വിശ്വാസം നമ്മൾ നേടിപ്പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്കത് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധാലുവായിരിക്കും അതിൽ. ഓക്കെ.